ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറേ ദിവസമായിട്ട് കേട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ ഷോർട്സ് ഡെയിലി ഇടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങളിവിടെ 2-3 സ്ഥലമൊക്കെ പോയി. അപ്പോൾ അതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മുടെ ഒപ്പേറ ഹൗസും ഡാർലിംഗ് ഹാർബറും ഒക്കെ കേട്ടോ. ഭയങ്കര രസമായിട്ടാണ് കേട്ടോ. നൈറ്റിൽ ഞാൻ പറഞ്ഞല്ലോ സിസ്റ്ററിലെ നാട്ടിൽ നിന്ന് വന്നിരുന്നു എന്ന്. അപ്പോൾ അവളുമായിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഞങ്ങൾ കണ്ട സ്ഥലങ്ങളൊക്കെ തന്നെ കേട്ടോ പോയത്. അപ്പോൾ അവൾ ഒരു 3 ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പറ്റുന്ന സ്ഥലങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനിതിൻ്റെ ഷോർട്സൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ രാത്രിയിലുള്ള ഒപ്പേറ ഹൗസാണ് കേട്ടോ. ഒപ്പേറ ഹൗസിൽ എന്തോ ഒരു ചെറിയൊരു ഷോ പോലെ ഒരു 5 മിനിറ്റ് ഷോ ആയിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടു. പിള്ളേരുമൊക്കെ ആയിട്ടാണല്ലോ പോയത്. അപ്പോൾ കുറേ നേരമൊന്നും നിൽക്കാൻ പറ്റിയില്ല. ഇവിടെ ഇപ്പം വിൻ്ററും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ചെറിയ തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ അത് വിഷുവിൻ്റെ അന്ന് രാത്രിയായിരുന്നു കേട്ടോ. അപ്പം അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം വിചാരിച്ചു സീ ലൈഫ് കാണാൻ പോകും. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പം വെക്കേഷൻ ആണെന്ന് വിചാരിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം സ്വരയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ച് കാണാൻ വേണ്ടി കയറിയത് കേട്ടോ. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ല ഫിഷസിനെല്ലാം കാണാൻ. ഈ കണ്ണാടിക്കൂട്ടിൽ ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണല്ലോ. അപ്പോൾ ഞങ്ങളിത് സെക്കൻഡ് ടൈമാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോഴേ സിഡ്നിയിലെ മെയിൻ 4 അട്രാക്ഷൻസ് ഇത് കണ്ടതാണ്. അപ്പം പിന്നെ സിസ്റ്ററിലെയും ഫാമിലിയെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ ഈ ഒക്ടോപ്പസിൻ്റെ വീഡിയോ കിട്ടി കേട്ടോ. അത് രസമായിട്ട് ഇങ്ങനെ മേലോട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ശിവതയ്ക്കും സ്വരയ്ക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമല്ലോ. പിന്നെ ഇവിടെ അനേക്ക് വെക്കേഷനും അല്ലേ. അപ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമല്ലോ ഫിഷസിനെയൊക്കെ കാണാനും. അപ്പോൾ രണ്ടുപേരെയൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ നമുക്ക് ലൈവായിട്ട് ഫിഷിനെ ഇങ്ങനെ തൊടാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഫിഷും സ്റ്റാർ ഫിഷും വേറെ ഏതൊക്കെയോ ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് അനയും ദീപയും എല്ലാം തൊട്ടൊക്കെ നോക്കി. ശിവതയും സ്വരയൊന്നും അങ്ങോട്ട് കൊണ്ടുപോയില്ല കേട്ടോ. പിന്നെ പിള്ളേർക്ക് അറിഞ്ഞുകൂടല്ലോ, അതിനെ പിടിച്ച് വലിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ച് പോയില്ല. പിന്നെ ഷാർക്ക് എവിടെ എന്ന് ചോദ്യമായിരുന്നു ശിവത. ഞാൻ പറഞ്ഞു എടി കുറച്ച് കഴിയുമ്പോൾ വരും, ഈ കുഞ്ഞു ഫിഷസിനെയൊക്കെ നോക്ക്. അങ്ങനെ ഈ കുഞ്ഞു ഫിഷസ് ഇങ്ങനെ നമ്മൾ സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യട്ടോ. ഭയങ്കര രസം. ഞങ്ങൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ അതേ തന്നെയല്ലോ ഇപ്പോഴും. അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് ഒരു വെൽക്കം ഡൂഗോങ് ഇസ്ലാൻഡ് എന്നും പറഞ്ഞൊരു ഏരിയയും കൂടെ ഉണ്ട്. അവിടെ ഏതൊരു വലിയൊരു ഫിഷാണ് കേട്ടോ. അതിങ്ങനെ അവർ ഫീഡ് ചെയ്യുമ്പോൾ മാത്രമാണ് കേട്ടോ വരുന്നത്. അപ്പം അതിൻ്റെ വീഡിയോസ് അത് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര നീളത്തിലുള്ള ഭയങ്കര സൈസായിട്ടൊരു വൈറ്റ് കളറാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഫീഡ് ചെയ്തപ്പോൾ മാത്രമാണ് അതിൽ നിന്ന് കണ്ടത്. പിന്നെയാണ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ ഷാർക്കിനെ കാണുക. ഒരു 2 അവേഴ്സ് നമുക്കത് സ്പെൻഡ് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡ്യൂഗോങ് ഐസ്ലാൻഡ് അവിടെ നിന്നാണ് വല്ല ഫുഡോ സ്നാക്സോ ഒക്കെ കഴിക്കാനുള്ള ഓപ്ഷൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വരുമ്പോഴാണ് ഷാർക്കൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ശിവതയ്ക്കും സ്വരയ്ക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫിഷസും അതുപോലെ പോസ് ചെയ്ത് നിൽക്കും നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടി കേട്ടോ. ഒരുപാട് സ്റ്റിംഗ് റേയും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. പിള്ളേർക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും.
അത് കഴിഞ്ഞ് ഈ പെൻഗ്വിൻ്റെ ഇങ്ങനെ അടുത്തൂടെ പോകുന്നൊരു ചെറിയൊരു ബോട്ടിൽ കേട്ടോ. അപ്പോൾ അതും രസമായിട്ട് തോന്നി. പിന്നെ ഈ അവസാനമായിട്ടാണ് ഈ ജെല്ലി ഫിഷസ് കേട്ടോ. അതൊക്കെ കണ്ട് നടന്ന് വരുമ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള കുഞ്ഞു 2-3 ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നും കുറച്ച് വീഡിയോസും ഫോട്ടോസും പിള്ളേരും എല്ലാമായിട്ട് കളിച്ചൊക്കെ ചെയ്ത് കേട്ടോ. അത് ഇങ്ങനെ ഒരു വാട്ടർ എഫക്റ്റ് പോലെ അതും പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്കൊരു 2-3 മണിക്കൂർ ഇനി അടുത്ത ദിവസത്തെ വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു കിയാമയിലൊക്കെ ഒന്ന് പോകാൻ, കിയാമ ബ്ലൂ ഹോളും പിന്നെ ഗെരിഗോങ്ങും ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളപ്പോൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 2 മണിക്കൂറൊക്കെ ട്രാവലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ബാൾഡ് ഹില്ലിൽ വന്നിട്ട് ഹെലൻസ്ബർഗിലുള്ള ബാൾഡ് ഹില്ലിൽ ഈ വ്യൂ പോയിന്റിൽ ഭയങ്കര രസം. ഞങ്ങളിവിടെ സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ പെയിനെ കാണാൻ പറ്റും കേട്ടോ. കൂട്ടമായിട്ട് ഡോൾഫിൻസ് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. ഭയങ്കര രസമാണ് കേട്ടോ. വാട്ടറൊക്കെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ. അപ്പം ഞങ്ങളിത് സെക്കൻഡ് ടൈം ആയിട്ടോ. അപ്പോൾ സെക്കൻഡ് ടൈം വന്നപ്പോൾ ഇവിടെ ഒരു പാരാഗ്ലൈഡിങ്ങിൻ്റെ എക്സ്പീരിയൻസ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്ന ടൈമിൽ ഇല്ലായിരുന്നു കേട്ടോ. ഈ ടൈമിൽ നല്ല കാറ്റും ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാരാഗ്ലൈഡിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. അപ്പം അവിടെ തന്നെ 2 ടീംസായിട്ട് അവരിങ്ങനെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അവരിങ്ങനെ പാരാഗ്ലൈഡിങ്ങിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ച് കേട്ടോ. നല്ല രസമായിട്ട് തോന്നി. അപ്പം നമ്മൾ എത്രയോ $200 or $300 ആണെന്ന് തോന്നുന്നു 1 person. അങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ പോലെയൊക്കെ ഞങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇവിടെ പാരാഗ്ലൈഡിങ് ഉണ്ടെന്ന് അറിയാമായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഈ ടൈമിൽ നല്ലൊരു കാറ്റും എല്ലാം ഉണ്ടല്ലോ. അനേക്കൊന്ന് കയറിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വലിയ ധൈര്യമൊന്നുമില്ല. അപ്പം ഞാനും ഏട്ടനൊന്നും താല്പര്യമില്ല. അനേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഏജ് ഉണ്ട് കേട്ടോ. ഐ തിങ്ക് 10 years എങ്ങാണ്ടാവണം. അങ്ങനെയുള്ളവരെ ഒരു കയറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു മക്കളെ നെക്സ്റ്റ് ടൈമൊക്കെ വരുമ്പോൾ നമുക്ക് കയറാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസം, നല്ലൊരു വ്യൂ പോയിൻ്റ് ആണല്ലോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ. അപ്പോൾ സിസ്റ്ററിലേക്കും ഫാമിലിക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്നൊരു 45 minutes 1 hour ട്രാവലിൽ ഞങ്ങൾ കിയാമയിലെത്തി കേട്ടോ. കിയാമയും എനിക്ക് ഫസ്റ്റ് ടൈം പോയപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. നമ്മൾ ഒരു നല്ലൊരു ലൊക്കേഷനാണ് കിയാമ ബ്ലൂ ഹോൾ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ വന്ന് ഈ ടൈമിലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും വരില്ലല്ലോ ബ്ലൂ ഹോളിൽ നിന്ന്. അപ്പോൾ നല്ല ഇങ്ങനെ റെയിൻബോസ് എപ്പോഴും വരും കേട്ടോ. അവിടെ ഭയങ്കര രസമായിരുന്നു. ഈ ടൈമിൽ ഞങ്ങൾ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുമ്പോഴായിരുന്നു അവിടെ ഇങ്ങനെ വേവ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. കഴിഞ്ഞ തവണത്തെ പോലൊരു വേവ് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ എപ്പോഴും നമ്മുടെ പുറത്തോട്ട് ഇങ്ങനെ വാട്ടർ വന്ന് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഈ തവണ അത്രയ്ക്ക് ഇല്ലായിരുന്നു ആ സൈഡിൽ കേട്ടോ. പിന്നെ ഇതങ്ങ് അറ്റത്തായിട്ട് നമ്മൾ വാക്ക് ചെയ്ത് വരുമ്പോൾ ഒരു വാക്കിംഗ് ഏരിയ ഉണ്ട്. ഭയങ്കര രസമായിട്ടോ. വാട്ടറും എന്ത് ശക്തിയിലാണെന്ന് പറഞ്ഞാൽ വരുന്നത് കാണാൻ. നല്ല കളർഫുൾ വാട്ടറൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക. പിള്ളേർക്കും എല്ലാം ഭയങ്കര ഈ റെയിൻബോസ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ റെയിൻബോ ഇങ്ങനെ വരും. വാട്ടർ ഇങ്ങനെ ഭയങ്കര സൂപ്പറായിട്ടാണല്ലേ വരുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര ഒരു സൂപ്പർ എഫക്റ്റ് തന്നെയാണ് എങ്ങനെയാണ് ആ ഹോളിൽ കൂടെ അത് വരുന്നതെന്നൊക്കെ ഉള്ളത്. അതൊക്കെ കണ്ടിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഗെരിഗോങ്. അതൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. ഇങ്ങനൊരു ചെറിയൊരു വ്യൂ ആണ്, പക്ഷെ ഇത് കാണാൻ ഭയങ്കര രസം. ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ടിട്ട് ഞാനിതിൻ്റെ മെയിൻ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ പോണതും ഒക്കെ. അപ്പോൾ ഈ വട്ടവും ഞങ്ങൾ പോയി. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ ഇതിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിന്നെ വീട്ടിലോട്ട് പോവുകയാണ്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ല യാത്രയായിരുന്നു. അങ്ങനെ സിസ്റ്ററിൻ്റെ ഫാമിലിയും കുറച്ച് സ്ഥലങ്ങളും ഒക്കെ അവരും കണ്ടേട്ടോ. അവരും എക്സ്പ്ലോറൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.